ഇത് നമ്മുടെ ലൂബിക്ക അല്ലെങ്കിൽ ലോലോലിക്ക ആണ് കേട്ടോ. സ്വീറ്റ് ലൂവി അല്ല, പുളിയുള്ള ലൂബിക്കയാണിത്. ഇതിൻ്റെ തന്നെ സ്വീറ്റ് ലൂവി ഉണ്ട്, അത് ഇവിടെ ഉണ്ടായിരുന്നു. അത് പക്ഷേ എന്തോ കാരണം കൊണ്ട് അത് വെട്ടിക്കളഞ്ഞു. വലിയ മരമായി പോയായിരുന്നു. ഇപ്പോൾ കിട്ടുന്ന ചെറിയ ചെടികൾ പോലത്തെ മരം അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിലുണ്ടാകുന്ന ഫ്രൂട്ട്സൊന്നും ഞങ്ങൾക്ക് പറിക്കാൻ കിട്ടാറുണ്ടായിരുന്നില്ല. അങ്ങനെ അത് വെട്ടിക്കളഞ്ഞു. ഇപ്പോൾ ഈ ലൂബിയിൽ നന്നായി തന്നെ കായകൾ പിടിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ പഴുത്ത് കിടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കമ്പ് വളരെ താഴേക്ക് തന്നെ വന്നിട്ടുണ്ട്, നമുക്ക് പറിക്കാനായിട്ട് എളുപ്പത്തിന്. ഈ ലൂബി മരം എല്ലാ വർഷവും തന്നെ ഞങ്ങൾ വെട്ടാറുണ്ട്. മുകളിലേക്ക് പോകുന്ന കമ്പുകൾ കുറേ വെട്ടി നിർത്തും. അപ്പോഴാണ് നമുക്ക് താഴെ നിന്ന് പറിക്കാൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ലൂബി മരം നന്നായി തന്നെ കാച്ചിട്ടുണ്ട്. മുകളിലൊക്കെ കുറേ കിടക്കുന്നുണ്ട്. ഈ ലൂബിക്ക നമുക്ക് വേണമെങ്കിൽ ഉപ്പിലിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ അച്ചാറുണ്ടാക്കാം. അച്ചാറുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് ലൂബിക്ക കൊണ്ട്. പിന്നെ ലൂബിക്ക കറി ഉണ്ടാക്കാം. തേങ്ങാപ്പാൽ പിഴിഞ്ഞ് കറി വെച്ചാൽ നല്ല ടേസ്റ്റുണ്ട്. പിന്നെ ലൂബിക്ക കൊണ്ട് പച്ചടി ഉണ്ടാക്കാൻ വേണമെങ്കിൽ നമുക്ക്. പിന്നെ ചമ്മന്തി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. പണ്ടൊക്കെ ഉപ്പും കൂട്ടി സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തൊക്കെ നമ്മൾ കഴിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇങ്ങനത്തെ കഴിപ്പൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അവർക്ക് ചിപ്സോ ചോക്ലേറ്റോ അങ്ങനത്തെയൊക്കെ മതി ഇപ്പോഴത്തെ കുട്ടികൾക്ക്. അധികം പുളിയൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനെ ഇഷ്ടമില്ല. അപ്പോൾ ഞാൻ ഈ മരത്തിൽ നിന്നും കുറച്ച് ലൂബിക്ക പറിച്ചെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് ഇനി ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കുമൊക്കെ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ അതിൽ തൈരോ അല്ലെങ്കിൽ പുളിയോ ചേർക്കുന്നതിന് പകരം ഈ 2 ലൂബിക്ക ചേർത്താലും മതി. അത്യാവശ്യം പുളിയും കിട്ടും, നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ പച്ചടി, കിച്ചടി അതൊക്കെ ഉണ്ടാക്കാനും നല്ലതാണ് കേട്ടോ ഈ ലൂബിക്ക. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ജാൻസീസ് ഹോം ടിപ്സിൻ്റെ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ജാൻസീസ് ഹോം ടിപ്സ്.